വലിയ മനുഷ്യരുടെ ജീവിത പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണല്ലോ. വലിയ വെല്ലുവിളിയാണ്. ഞങ്ങൾ ഇപ്പോൾ നേരത്തെ ശംഷാദ് പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ ഈ കണ്ട ആ സമയം മുതൽ 2 ദിവസം ഞങ്ങളെ സംബന്ധിച്ചൊരു മരവിപ്പായിരുന്നു. ആ മരവിപ്പിൽ നിന്ന് ഇതൊക്കെ ഞങ്ങൾ യാന്ത്രികമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ക്യാമ്പിലൂടെ എല്ലാ ദിവസവും ഞങ്ങൾ ക്യാമ്പിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. അല്പം ക്യാമ്പിൽ സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക ആളുകളുടെ. അതിൽ ഏറ്റവും പ്രധാനം ഒന്നും ഇപ്പോൾ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു. ഓരോ റൂമിൽ ചെല്ലുമ്പോഴും കുട്ടികൾ ഞങ്ങളുടെ വീട് എന്തായി എന്നല്ല ചോദിക്കുന്നത്, ഞങ്ങളുടെ സ്കൂള്, ആ സ്കൂളിൽ ഇനി ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ, അവിടെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുമോ, അതാണ് ഒന്നാമത്തെ അവരുടെ ആശങ്ക. പിന്നെ ഈ എല്ലാം തകർന്ന ആളുകൾ, പിന്നെ ഈ പ്രദേശത്തിനെ സംബന്ധിച്ച് നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ, അങ്ങനെ ആളുകൾ ജീവിച്ചിരുന്നൊരു പ്രദേശമാണ്. ഞങ്ങൾക്ക് ഇതുപോലൊരു പ്രദേശത്ത് ഇനി ജീവിക്കാൻ കഴിയുമോ? ഒരു പ്രശ്നവുമില്ലാതെ വീട്ടിൽ നിന്ന് സ്വന്തം ആളുകൾ നഷ്ടപ്പെട്ട ആളുകൾ പറയുന്നത് തൊട്ട് അയൽപക്കത്തെ നഷ്ടങ്ങളുടെ ഇതിലാണ് അവർ വേവലാതി പറയുന്നത്. ഇനി അവരൊന്നും ഞങ്ങൾക്കില്ലല്ലോ, ഇനി ഇതുപോലൊരു ജീവിതം ഞങ്ങൾക്കുണ്ടാകും, ഇനി എവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് കഴിഞ്ഞാലും ഇതുപോലൊരു പ്രദേശത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ലെന്നും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ ക്യാമ്പ് അവസാനിപ്പിക്കണം, ഈ ആളുകളെ മുഴുവൻ പുനരധിവസിപ്പിക്കണം. ഇത് ഞങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഒരു വലിയ നാട് കൂടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഈ നാട് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാലല്ലാതെ, മറ്റെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാലല്ലാതെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി കഴിയില്ല. ഇവരാരെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നവരല്ല. അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് മുൻപ് ജീവിച്ച സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു നല്ല ജീവിത സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയണം. അതിന് ഈ നാട് പൂർണ്ണമായിട്ട് കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് പറയുന്നത്.